പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, സഹോദരങ്ങളെ, ഞാൻ പിന്നെ ഇപ്പം പൊതുവെ കൈകാര്യം ചെയ്യുന്ന സാമൂഹിക വിഷയങ്ങളോ ജിയോ പൊളിറ്റിക്സോ രാഷ്ട്രീയം പിന്നെ ആഭ്യന്തര രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നുമല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശേഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ താല്പര്യമില്ലാത്ത പിന്നെ എന്നെ ഫോളോ ചെയ്യുന്നവരിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ സാമൂഹിക വിഷയങ്ങളുടെ മാത്രം പ്രതികരണം അറിയാൻ താല്പര്യപ്പെടുന്ന ഞാൻ എൻ്റെ ഇമാതിരി ഈ പുളിച്ചിത്തരം നോളത്തരം എന്നൊക്കെ പറയാവുന്ന മാതിരിയുള്ള അല്പത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിൽ താല്പര്യമില്ലാതെ കാണുന്ന ആൾക്കാർ ഇത് കാണേണ്ടതില്ല. ഇത് എൻ്റെ ഒരു അല്പത്തരാണ് സത്യത്തിൽ. ചിന്തായറോമും രാഹുൽ മാങ്കൂട്ടത്തിലും ജേക്സി തോമസും ഒക്കെ കാണിക്കുന്ന മാതിരിയുള്ള ഒരു പിന്നെ എന്താ പറയുക, എൻ്റെ ഒരു കംഫർട്ടബിൾ സോണിൽ ഞാൻ ചെയ്യണം, അത്രയുള്ള. അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള വിഷയമല്ല. ഞാൻ അക്കോമഡേഷൻ മാറിയിരുന്നു. ഞാൻ ഇതുവരെ താമസിച്ചിരുന്നത്, ഞാൻ ആദ്യം 2 വർഷം താമസിച്ചിരുന്നത് കാക്കനാടാണ്. കാക്കനാട് ടവർ ഓഫ് ഫെയ്ത്ത്, പിന്നെ ഹോളി ഫെയ്ത്ത് ഗ്രൂപ്പിൻ്റെ ടവർ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് വള്ളത്തോൾ പടി ജംഗ്ഷനിലുള്ള അവരുടെ ഫ്ലാറ്റിലായിരുന്നു. അതിൻ്റെ 18ാമത്തെ ഫ്ലോറിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റുമായിട്ടൊക്കെ മാറിയ കാര്യങ്ങൾ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇതൊരു കച്ചവടമായി. അത് വിൽക്കാനുള്ളതാണെന്നുള്ളത് അതിൻ്റെ ഉടമ മുമ്പേ പറഞ്ഞിരുന്നു. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റെൻറ്റിനാണ് തന്നിരുന്നത്. ഇപ്പോൾ അതിന് 30,000-ന് മേലെയാണ് മാസം പിന്നെ വാടക ഇപ്പോൾ അവർ കൊടുക്കുന്നത്. ഇപ്പം മേടിച്ച ടീം അവിടെ താമസിക്കുന്നില്ല അവർ. പക്ഷേ 30,000-ന് മേലെ വാടകയ്ക്കാണ് കൊടുക്കുന്നത്. എനിക്ക് അതിനേക്കാളൊക്കെ വളരെ കുറച്ചാണ് കിട്ടിയിരുന്നത്. അതിനകത്ത് പല കാര്യങ്ങളുണ്ടായിരുന്നു, പേഴ്സണലായിട്ടുള്ള ചില കണക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അത് കച്ചവടമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എനിക്ക് പെട്ടെന്ന് അക്കോമഡേഷൻ കിട്ടണം. അപ്പം ഞാൻ പെട്ടെന്നാണ് ഈ വിവരം അറിഞ്ഞിട്ട് ഇവർക്ക് സാധനങ്ങൾ മാറ്റി കൊടുക്കണമല്ലോ. അങ്ങനെ വന്ന് ഞാൻ ആലുവയിൽ കൊച്ചിൻ ബാങ്ക് ജംഗ്ഷനടുത്ത് ഇടയപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആലുവ പെരുമ്പാവൂർ റോഡിൽ, അവിടെ എനിക്ക് എൻ്റെ പിന്നെ അനിയൻ എന്ന് തന്നെ എനിക്ക് ആത്മാർത്ഥമായിട്ട് വിളിക്കാവുന്ന 1 വർഷം അവൻ്റെ വീടിനടുത്ത് താമസിച്ചാണ് നൗഫൽ മുണ്ടയ്ക്കൽ. മഞ്ചേരി തൃക്കലങ്കോടുകാരനാണ്. തൃക്കലങ്കോട് 32-ലാണ് അവൻ്റെ വീട്. അവന് പിന്നെ യൂറോ ഓടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അവൻ സ്വന്തമായിട്ട് ഒപ്റ്റിക്കൽസ് തുടങ്ങിയിട്ടുണ്ട്. 2ാമതൊരു ഒപ്റ്റിക്കൽസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അവൻ്റെ ഉപ്പ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും ആത്മബന്ധമുള്ളതാണ്. അപ്പോൾ അവനാണ് രാജേട്ടാ ഇങ്ങനത്തെ പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ സൗകര്യം ഏർപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥലത്ത് പോയി. പക്ഷേ അവിടെ ഡിസ്കംഫർട്ടബിളായിട്ട്, പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ എടപ്പള്ളിയിലാണ്, ഈ ഉള്ള ചാനലിലാണ് സ്ഥിരമായി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്ര എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. യാത്ര എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ റെൻറ്റ് കുറവാണ്. വെറും 6,500 രൂപയ്ക്ക് 2 ബെഡ്റൂമും ഹാളും കിച്ചണും ഒരു ബാത്റൂമും ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ എടപ്പള്ളിയിൽ കണ്ടെത്തിയത് എനിക്ക് അതും സഹോദര തുല്യരായിട്ടുള്ള കബീർക്കയും ശശിയേട്ടനും കൂടിയാണ്. 2 പേരും എന്നെക്കാൾ മൂത്തവരാണ്. 2 പേരും ഇതുവരെ ഇത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഞാനിവിടെ വന്നപ്പോഴും സാധാരണ ഈ ബ്രോക്കർമാരായിട്ട് വരുന്ന രീതിയിലല്ല അവർ വന്നത്. അവർ സാഹോദര്യത്തിൻ്റെ പുറത്താണ്. പ്രത്യേകിച്ചും കബീർക്ക് എൻ്റെ സ്റ്റോറീസ് കാണുന്ന ആളാണ്. അപ്പം നൗഫലിൻ്റെ പിന്നെ സ്റ്റാഫ്, അവൻ്റെ പേര് മുനീർ എന്നാണോ റഹീം എന്നാണോ എന്നുള്ളതായിട്ട് എനിക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. മനസ്സിലുണ്ട്, വായന കിട്ടുന്നില്ല. അവൻ വളാഞ്ചേരി പ്രദേശത്തുകാരനാണ്. അവൻ്റെ സ്റ്റാഫാണ്. ഇന്ന് ഞായറാഴ്ച ഒഴിവായതുകൊണ്ട് അവനെയും കൂട്ടിയിട്ട് അവരെല്ലാം കൂടി കൂട്ടിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കേണ്ട, കാരണം നോക്കുകൂലി മേടിക്കുന്ന ആൾക്കാരല്ലേ, ട്രേഡ് യൂണിയൻകാരെ വിളിക്കേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നിട്ട് നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറക്കി എല്ലാം ലോഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ അവരിപ്പോൾ പോയി. അത് കഴിഞ്ഞിട്ടാണ് ശശിയേട്ടനും കബീർക്കയും വന്ന്. അവർ ഇത്രയും നേരം വർത്താനം പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല, ഒക്കെ അതേമാതിരി കിടക്കുകയാണ്. അപ്പം ഇനി തൊട്ട് കുറച്ച് കാലം ഇടപ്പള്ളിക്കാരനാണ് ഞാൻ. അപ്പം പിന്നെ സ്ഥിരതാമസത്തിന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തപ്പോൾ മാത്രമേ നമ്മളെ കൂടെ ഒരാളുണ്ടാവുകയുള്ളൂ, എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. അത് ഹൗസ് ഹോൾഡർ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണ് കിട്ടിയത്. നല്ല ശാന്തമായ റെസിഡൻഷ്യൽ ഏരിയയാണ്, അലമ്പൊന്നുമില്ല. ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ്, പഴയ വീടാണ്. അതിൻ്റെ മേലത്തെ ഫ്ലോറിൽ വേറെ ടീം താമസിക്കുന്നുണ്ട്. അവർ IT ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നതാണ് കേട്ടത്. എനിക്ക് ഞാൻ കൂടുതൽ വിശദമായിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. അവർ പിന്നെ അങ്കമാലിയ പ്രദേശത്തുള്ളവരാണ്. അവരും ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഇവിടെ വരാറുള്ളൂ എന്നുള്ളത് പറഞ്ഞു. ഞാൻ പിന്നെ ഇപ്പോൾ താമസിക്കുന്ന ഈ കച്ചറയായിട്ട് കൂതറായിട്ട് കിടക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഒരു പിന്നെ ഒറ്റയ്ക്കൊരു മനുഷ്യൻ വീട് മാറുമ്പോൾ ഉണ്ടാവുന്ന കെടുതികൾ ഇനിയിപ്പോൾ അത് അടുക്കി വെക്കണമെങ്കിൽ ഒരാഴ്ച പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരിക്കലും ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയമോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളോ മതപരമായിട്ടുള്ള കാര്യങ്ങളോ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളോ പെടുത്താമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് വരുന്ന സീരിയസ് ആയിട്ട് തന്നെ മാച്ച് ചെയ്യുന്ന ആൾക്കാർ കാണേണ്ടതില്ല. നിങ്ങൾ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ എന്നുള്ളത് പറയാനുള്ള. അല്ലാതെ ഒരു രസമായിട്ട് ഇരുന്ന് കാണുന്ന ഒരു നേരമ്പോക്കിന് വേണ്ടി കാണുന്ന, ഞാനൊരു നേരമ്പോക്കിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത്. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് അല്പസമയത്തിനാകുമ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതാണ്. അത് AP അനിൽകുമാർ ഇപ്പോൾ പിന്നെ വണ്ടൂർ MLA യും
പിന്നെ നിരവധി തവണ മന്ത്രിയൊക്കെ ആയിട്ടുള്ള AP അനിൽകുമാർ ഇപ്പം പെട്ടിട്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ചാണ് പറയാനുള്ളത്. മാത്രമല്ല ഞാൻ പിന്നെ നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞത് മുഴുവൻ ഞാൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ അനുഭവം കൊണ്ടെടുക്കുന്നത്. സത്യമായിട്ട് വളരെ കൃത്യമായിട്ട് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഓക്കെ, ഞാൻ ആദ്യം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു രീതി കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് സ്ഥിതി. വളരെ വില കുറഞ്ഞൊരു കട്ടിലാണ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കട്ടിലാണിത്. 3000 രൂപയുള്ളതിന് വില. ഡബിൾ കോട്ടാണ്, വെറും 3000 രൂപ. ഇവിടെ ആൾക്കാർ പിന്നെ 50,000 രൂപയുടെയും 1 ലക്ഷം രൂപയുടെയും 2 ലക്ഷം രൂപയുടെ കട്ടിലാണ് മേടിക്കുന്നത്. ഏതിലാണെങ്കിലും കടന്നാൽ മതിയല്ലോ എന്നുള്ളതാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പം ഇത് റൂമിൻ്റെ കാഴ്ചപ്പാട്. ആ കസേരയിലിരുന്നിട്ടാണ് ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഓക്കെ, ഇതിൻ്റെ എല്ലാ ആക്രി സാധനങ്ങളും മുഴുവൻ അതിനകത്തുണ്ട്. പഴയ വീട്, അതുകൊണ്ട് ഭിത്തിയലമാരി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണല്ലോ, അല്ലാതെ കബോർഡല്ല. ഭിത്തിയലമാരി എന്ന് പറയുന്നൊരു സിസ്റ്റത്തിലാണ് അവർ പോയിട്ടുള്ളത്. അതിങ്ങനെ അന്നത്തെ കാലത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണല്ലോ ഉണ്ടാക്കുക. ഒരു ഡോറ് വീണ്ടും അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞാൽ വാഷ്റൂം നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ക്ലോസറ്റാണുള്ളത്. ഇങ്ങനെയാണ്. ഷവറൊക്കെ ഉണ്ട്, പക്ഷേ യൂറോപ്യൻ അല്ല ക്ലോസറ്റ്, ഇന്ത്യൻ സ്റ്റൈലാണ്. വെന്റിലേഷൻ നന്നായിട്ടുണ്ട് വാഷ്റൂമിന്. മേലെയുണ്ട്, ഡബിൾ വെന്റിലേഷനാണ്. ഇവിടെ ഇങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മേലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെയുണ്ട്. എക്സോസ്റ്റ് ഇല്ല. എക്സോസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, കാരണം ഞാൻ സ്മോക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് എനിക്കൊരു ഡിസ്കംഫർട്ടബിളാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെതാ ഹാളിൻ്റെ അവസ്ഥ അതാണ്. കണ്ടില്ലേ, പറഞ്ഞല്ലേ, ആക്രി കടയിൽ പോയ മാതിരിയാണ്. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. AC, കീസി, ടേബിൾ, ദിവാങ്കോട്ട്, പിന്നെ പത്രം, കപ്പ്, ഗ്ലാസ്, തുണി, കഴുകാനുള്ള തുണി വരെ ഉണ്ട്. ഉണ്ടോ, ഇതൊക്കെ കഴുകാനുള്ള തുണിയാണ്. എല്ലാം അങ്ങനെ കിടക്കുക. ചാക്ക്, ആക്രിക്കട പോലെയാണ് ഇപ്പോൾ. പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ കണ്ടില്ല, എൻ്റെ തോർത്ത് ഇതെല്ലാം കിടക്കുകയാണ്. ഒന്നും അടുക്കി വെക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയാണ് സ്ഥിതി. ഇത് നേരത്തെ കണ്ട ബെഡ്റൂമാണ് കാണുന്നത്. അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അടുത്ത ബെഡ്റൂം ഇതാണ്. ഇവിടെ പിന്നെയാണ് ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് വരുന്നു, മറ്റേ ബെഡ്റൂം. അതുകൊണ്ട് എൻ്റെ ഇത് ഫിക്സ് ചെയ്തിട്ടില്ല ബെഡ്. നട്ടും ബോൾട്ടും ഒക്കെ എന്നാ നട്ടും ബോൾട്ട് ഇളകി കിടക്കുക. പിന്നെ അപ്പോൾ കട്ടിലിൻ്റെ നട്ടും ബോൾട്ട് ഇളകിയതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിങ്ങനെ അവിടെ ഭിത്തി അലമാരിയാണ്. പിന്നെ ഇത് യൂറോപ്യൻ ക്ലോസറ്റാണ്. ഇവിടെ എന്തായാലും ഷവറൊക്കെ ഉണ്ട്. പഴയ വീടാണെങ്കിലും ടൈൽസ് നല്ല ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ 5 ഫീറ്റ് അല്ലെങ്കിൽ 6 ഫീറ്റാണ് കൊടുക്കുക. എനിക്ക് തോന്നുന്നത് 10 ഫീറ്റ് ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈൽസ്. അതുകൊണ്ട് അങ്ങോട്ട് ചുമരുമയ്ക്ക് ഒന്നും തെറിച്ചു പോവില്ല. എൻ്റെ ആക്രി സാധനങ്ങളൊക്കെ ഒന്നുകൂടി കണ്ടോ, ഇങ്ങനെ കിടക്കണം, എല്ലാം കൂട്ടിയിരിക്കുന്നു. ഇത് കിച്ചൺ. ഈ സാധനങ്ങളൊക്കെ ഇവരെടുത്തു പോകും. ഈ വീട്ടുകാരുടെ സാധനങ്ങളായിരുന്നു. അതെല്ലാം അവർ നാളെ കൊണ്ടുപോകും, ഇവിടുന്ന് ഡിസ്പോസ് ചെയ്യും. പിന്നെ എൻ്റെ 2 സിലിണ്ടറും അവരുടെ സിലിണ്ടറുണ്ട്. പിന്നെ സ്റ്റൗ. ഇതാണ് കിച്ചൺ. ചെറിയ കുഞ്ഞ് കിച്ചണാണ്. എനിക്കിത് മതിയെന്നേ. ഇവിടെ ഞാൻ മിക്കവാറും ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴെങ്കിലും അല്ലേ എൻ്റെ കൂടെ ഒരാളുണ്ടാവുകയുള്ളൂ. എന്നപ്പം അത് വളരെ അത്യപൂർവമായി സംഭവിക്കുന്ന കാര്യമല്ലേ. അപ്പം പിന്നെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ഒരു ദിവസം ഇവിടെ റൂം എടുത്ത് പൈസ മുടക്കിയിട്ട് നിൽക്കണ്ട, നിങ്ങളിവിടെ വന്ന് നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുമ്പുള്ള ഫ്ലാറ്റിലും അങ്ങനെ തന്നെയായിരുന്നു. ഇത് എൻ്റെ വാഷിംഗ് മെഷീൻ. പക്ഷേ ഇതെല്ലാം അവരുടെ സാധനങ്ങളാണ്. ഇതെല്ലാം അവർ നാളെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, എൻ്റെ ആക്രിക്കടയേക്കാൾ വലിയ ആക്രിക്കട വീട്ടുടമസ്ഥൻ്റെ വക ഇവിടെയുണ്ട്. പിന്നെ പുറത്തെ ലൈറ്റ് ഇല്ല, പക്ഷേ ലൈറ്റ് ഇല്ലെങ്കിലും കാണാൻ പറ്റുന്ന ഒരു പേരയുണ്ട്. പിന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കുറേ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങി എൻ്റെ കാലിൽ ചെളിയാവുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. കാരണം ഇവിടെ ചെരുപ്പില്ല. അടുക്കള വശത്ത് ഇവിടെ ഒരു പിന്നെ ഹവായി ചെരുപ്പ് മേടിച്ചിടണം. ഇതുവഴി എനിക്ക് ഇറങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ. പിന്നെ ഇടയ്ക്ക് ആ കാണുന്നത് കറിവേപ്പാണ്. അപ്പോൾ
കറിവേപ്പാണോ മുരിങ്ങയാണോ രാത്രിയോട് കൃത്യമായിട്ട് കാണില്ല. മുരിങ്ങയാണെങ്കിലും കറിവേപ്പാണെങ്കിലും എനിക്ക് മതിലിന് ഇപ്പുറത്ത് നിന്നിട്ട് കട്ട് പറിക്കാൻ സൗകര്യമാണ്. ഇടയ്ക്ക് കൂട്ടാൻ വെക്കുമ്പോൾ മുരിങ്ങയില വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മുരിങ്ങയാണെങ്കിൽ മുരിങ്ങയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഈ വളർച്ച കണ്ടിട്ട്. അപ്പോൾ അത് കട്ട് പറിക്കാൻ സൗകര്യമാണ്. ജിൻവാൽജീനെ പോലെയോ എം എൻ കാരൂരിനെ പോലെയോ വൈക്കം മുഹമ്മദ് പോലെയുള്ള വിശുദ്ധനായ മോഷ്ടാവല്ല, വളരെ രസകരമായിട്ടുള്ള സാധനം. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് രണ്ട് ഇല പൊട്ടിക്കുന്നതല്ലേ ഉള്ളൂ. ഈ വാതിലടയ്ക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ ദൃശ്യങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ സാധ്യതയുള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഞാൻ വൃത്തികെട്ട സ്ഥലത്ത് കൂടി തന്നെ പോകുന്നു. എൻ്റെ ആക്രികളെല്ലാം കൂട്ടിയിട്ട സ്ഥലത്തൂടെ തന്നെ പോകുന്നു. ഇങ്ങനെ പോയി വീണ്ടും നമ്മൾ ആ റൂം കാണുന്നു. ഞാൻ നേരത്തെ ഇരുന്ന് വീഡിയോ ചെയ്ത് തുടങ്ങിയ റൂം. ഇത് സിറ്റ് ഔട്ടിലേക്ക് എത്തി. ആ കാണുന്ന സ്റ്റെയർ കേസ് മുകളിൽ താമസിക്കുന്ന ഫാമിലിക്ക് അവർക്ക് അങ്ങോട്ട് പോകാനുള്ളതാണ്. ഇനി പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണാം. ഇത് അവരുടെ വണ്ടിയാണ്. ഓക്കെ, ഇതിങ്ങനെ ഓപ്പൺ സ്പേസാണ്. പാർക്കിങ്ങിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ റൂഫ് കവറിങ് ഉള്ളത്. അവിടെ അവരെ വണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കൂട്ടർ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഒരു സൈഡ്. പിന്നെ ബാക്ക് വശം നിങ്ങളെ കാണിച്ചു തന്നു. പിന്നെ മേളിലെ ഫാമിലി താമസിക്കുന്നതുകൊണ്ട് അവരെ പ്രൈവസിയിലേക്ക് കടന്നു പോകണ്ട എന്നിരുന്നു. അങ്ങോട്ടേയും വീഡിയോ ക്യാമറയും കൊണ്ട് പോകുന്നത് ശരിയല്ല. ഈ ചാനലുകാർ ആൾക്കാരെ വായിൽ കോലിട്ട് ഘടിപ്പിക്കണ മാതിരി, തൊള്ളയിൽ തോന്നിയ ചോദ്യം ചോദിക്കുന്ന മാതിരി, അതിന് ഞാൻ തയ്യാറല്ല. ഇങ്ങനെയാണ് തൊട്ടടുത്തുള്ള ഒരു വീട്. ഇതാണ് തൊട്ടിപ്പുറത്തുള്ള വീട്. അവിടെ ലൈറ്റൊന്നുമില്ല. അവർ ഗൾഫിലാണ്. തൊട്ടടുത്തുള്ള അതിൽ റെൻറ്റിന് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഓരോ ഫ്ലോറിലും. ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോർ, 3 ഫ്ലോറുണ്ട്. അങ്ങനെ താമസിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് റോഡ് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഒരു വില്ലയാണുള്ളത്. പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് നല്ല രസമുള്ള മരമൊക്കെ നിൽക്കുന്ന ഒരു വീടാണ്. ഒരു ഫാമിലി താമസിക്കുന്നതാണ്. ഇത് റെൻറ്റിന് കൊടുക്കുന്നതാണ്. എതിർവശത്ത് തന്നെ തൊട്ടടുത്തുള്ളത് അത് 3-4 ഫ്ലോറിൽ റെൻറ്റിന് കൊടുക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇത് തൊട്ടയൽവക്കം. ഇത് ഇനി റോഡ് ഇങ്ങനെ പോകുന്നു. ഇത്രയും കണ്ടാൽ മതി. ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ മഴ ചാറുന്നുണ്ട്. അപ്പം ഞാനും ഈ ചിന്താ ജെറോമിൻ്റെയും രാഹുൽ മാങ്കട്ടത്തിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ പോയി തുടങ്ങി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളടുത്ത് പറയുന്നത്. അതായത് അവരൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണല്ലോ. ഏത് കടയിൽ നിന്ന് ചായ കുടിച്ചു, എവിടെയാണ്, ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത്, ഏത് വണ്ടിയിലാണ് യാത്ര ചെയ്യണത്, എന്ത് ഭക്ഷണമാണ് കഴിച്ചത്, ഇതാണ് ഇവരുടെ വിശേഷങ്ങൾ. ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ചിന്താ ജെറോമിൻ്റെയും ഒക്കെ രാഷ്ട്രീയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ പിന്നെന്താ എനിക്കെന്തായിക്കൂടെ? അവരത്രയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും മനുഷ്യനാണല്ലോ. എന്നെക്കാളും വലിയ എന്ത് ക്വാളിറ്റി അവർക്കുള്ളത്, അവരെക്കാൾ വലിയ എന്ത് ക്വാളിറ്റി എനിക്കുള്ളത്? ഒരു തേങ്ങയില്ല. എല്ലാവരും ഈക്വലാ. ഇവിടെ എല്ലാ മനുഷ്യനും ഈക്വലാ. നിലമ്പൂർ കാടുകളിലെ ചോള നായക്കന്മാരും നിലമ്പൂർ കോവിലത്തെ തമ്പ്രാക്കന്മാരും എന്നൊക്കെ പറയണവരൊക്കെ എല്ലാവരും മനുഷ്യരാണ്. അപ്പം ഇവർക്കൊക്കെ റീൽസ് ഇട്ട് കളിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് റീൽസ് ഇട്ട് ചെറുതായിട്ട് എടുക്കാനുള്ള എഡിറ്റിംഗ് ചെയ്യാനുള്ള സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് കേട്ടണു, ഞാനൊരു ഫുൾ വീഡിയോ ഇടണം, ഫുൾ ലെങ്ത് വീഡിയോ. അപ്പം വീണ്ടും കാണും വരെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ, ശരി എന്നാൽ.